ഇസ്ലാമിൽ ശരിക്കും ജനാധിപത്യം ഉണ്ടോ? ഇസ്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യമാണോ, അതോ രാജഭരണമാണോ, സ്വേച്ഛാധിപത്യമാണോ, അതോ ഖലീഫ ഭരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്തിന് ശേഷം എങ്ങനെയാണ് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക എന്നൊരു മാർഗം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ ചെറിയ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു നിശ്ചിത രൂപം, ഒരു ഭരണ സംവിധാനത്തിന് നിശ്ചിത രൂപം ഇസ്ലാം അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നാമത്തെ ഒരു ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത് അവിടെയുള്ള ചില ആളുകളൊക്കെ കൂടി ആലോചിച്ച് എല്ലാവരും കൂടി ഐക്യകണ്ഠേന, ആദ്യം ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും കൂടി ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണ് ഒന്നാം ഖലീഫയായിട്ട് ആര് വരട്ടെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ള പ്രവാചകന്റെ സുഹൃത്ത്. ഇത് നബിയുടെ കുടുംബാണോ? അല്ല. നബിയുടെ കുടുംബാണെങ്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വരണം, അലി റളിയല്ലാഹു അൻഹു വരണം. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതേ മാർഗമല്ല സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിശ്ചിത ഒരാളെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് പിന്നീട് ശേഷിക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതേ മാതൃകയല്ലേ അബൂബക്കർ സ്വീകരിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്? ഒരാളെ പിടിച്ച് തെരഞ്ഞെടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് പറയാണ്, നിങ്ങളാണ് അടുത്ത ഖലീഫ, ഇത് എന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഒരു പ്രത്യേക നിയമനിർമ്മാണം ഇല്ലാത്തത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളാണ് അടുത്ത ഖലീഫ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്നു. ജനങ്ങൾ മുഴുവനും അത് വളരെ ഐക്യകണ്ഠേന അത് സ്വീകരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭരണാധികാരി എന്ന നിലക്കുള്ള അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്ന ഒരു സമയത്ത് ഈ മുൻഗാമികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റേ അബൂബക്കർ റളിയല്ലാഹുവിന്റെയും മാതൃക സ്വീകരിച്ചോ? ഒരിക്കലുമില്ല. ഈ രണ്ടാളുകളുടെ മാതൃകയും സ്വീകരിച്ചില്ല. മൂപ്പരെന്താ ചെയ്തത്? ഒരു ആറാളുകൾ യോഗ്യതയുള്ള 6 ആളുകളെ കണ്ടെത്തി. അതിൽ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള 6 ആളുകളെ കണ്ടെത്തിയിട്ട് ഈ 6 ആളുകളിൽ നിന്ന് ഒരാളെയാണ് നിങ്ങളുടെ ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഈ 6 ആളുകളിൽ നിന്ന് പുറത്തു പോകരുത്. അങ്ങനെ ആ 6 ആളുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള 2 പേരുകളാണ് വന്നത്. പൊതുവെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട 2 പേരുകൾ. അതൊന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ കൂടുതൽ പേരുടെ വോട്ടിംഗ് കിട്ടിയത്, കൂടുതൽ പേരുടെ താല്പര്യം കിട്ടിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചെന്താക്കി? ഭരണാധികാരിയാക്കി. അപ്പോൾ ഇസ്ലാമിൽ ജനാധിപത്യം ഉണ്ടോന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ഒരു സ്വഭാവം, ഇസ്ലാമിൽ ഇന്ന രീതിയിൽ രാജഭരണം എന്നൊരു രീതിയില്ല. ഇസ്ലാമിൽ ഭരിക്കുന്നവൻ ആരോ, അവൻ ഖലീഫ വെറും ഒരു പ്രതിനിധി മാത്രമാണ്. അവൻ ഭരണീയരുടെ പ്രതിനിധിയാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇസ്ലാമിൽ ജനാധിപത്യത്തോട് എന്തെങ്കിലും വിലക്കോ അല്ലെങ്കിൽ വിരോധമുണ്ടോ? ഒരിക്കലുമില്ല. ഏതാണോ അതാത് കാലഘട്ടത്തിനും അതാത് ആളുകൾക്കും യോജിക്കുന്ന ഭരണരീതിയെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. അല്ലാതെ ഇസ്ലാമിന് ജനാധിപത്യ സംവിധാനത്തോട് പ്രത്യേക വിയോജിപ്പൊന്നുമില്ല. അത് ഏത് രീതിയിലാണെങ്കിലും ഭരിക്കുന്നവൻ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാവണം.